ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇതെൻ്റെ ടെറസ് ഗാർഡനാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ്. അപ്പോൾ വെയിലൊക്കെ കാരണം കുറച്ചേറെ പച്ചക്കറി ചെടികളൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇനി കുറച്ചുള്ളതിനെ വിളവെടുക്കുകയാണ്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള വിളവെടുപ്പൊക്കെ നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞി വിളവെടുപ്പാണ്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാനായി ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ തക്കാളിയാണ് വിളവെടുക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് പഴുത്തതിന് മാത്രം വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വലിപ്പമുള്ള ഒരു തക്കാളി തന്നെയാണിത്. അപ്പോൾ അതിനെല്ലാം തന്നെ വിളവെടുക്കുന്നു. ഈ ചെടിയിലും തക്കാളി നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടി വിളവെടുക്കുകയാണ്. ഇത് അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെയാണ്. ഒത്തിരി പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള ഒരു തക്കാളി ചെടിയാണിത്. ഇതിപ്പോൾ അതിൻ്റെ വിളവെടുപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ബാക്കി തക്കാളിക്ക് എല്ലാം തന്നെ വിളവെടുക്കുന്നുണ്ട്. നല്ല വെയിലായത് കാരണം ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ പുതുവിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടിയിൽ പഴുത്ത തക്കാളിയും കൂടി വിളവെടുക്കുകയാണ്. ഈ ചെടിയിൽ നിറച്ച് തന്നെ തക്കാളിയെല്ലാം തന്നെ പിടിച്ച് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിലുള്ള തക്കാളിയും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണിത്. അത്യാവശ്യം വലിപ്പമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഒരു തക്കാളിയും കൂടി ഇനിയുണ്ട്, അതും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും തക്കാളിയൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. ഇനി വിളവെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് വഴുതനങ്ങയാണ്. അപ്പോൾ 2-3 വഴുതനങ്ങയൊക്കെ തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഈ വെങ്ങേരി വഴുതനങ്ങയാണ് വിളവെടുക്കുന്നത്. നല്ല നീളമൊക്കെ വെക്കുന്ന ഒരു ടൈപ്പാണ്. കുഞ്ഞു ചെടിയാണെങ്കിൽ കൂടിയും അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വഴുതനങ്ങ തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറയുന്നൊരു പർപ്പിൾ കളറുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ അതും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ ഈ പർപ്പിൾ കളറിലെ വഴുതനങ്ങ ഒന്നും കൂടി ഉണ്ട്, അതിനും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വഴുതനങ്ങയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചീരയാണ് വിളവെടുക്കുന്നത്. അപ്പോൾ ഇത് പച്ച കളറിലെ ചീരയാണ്. ഇത് മുൻപ് വിളവെടുത്തിട്ടുള്ള ചീരയാണ്. അപ്പോൾ അതിൽ നിന്ന് ശിഖരങ്ങളൊക്കെ പൊട്ടിയാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതും കൂടി വിളവെടുക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലും കുറച്ചേറെ ചീരകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതും കൂടി വിളവെടുക്കുകയാണ്. വെയിലായത് കാരണം കുറേയൊക്കെ ചെടികളൊക്കെ തന്നെ പോയി. ഇപ്പോൾ ബാക്കി കുറച്ചുള്ളതാണ് ഇതൊക്കെ തന്നെയും. ഇതും ശിഖരങ്ങളൊക്കെ പൊട്ടി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഊളം താമരയാണ്. അപ്പോൾ വിത്തൊക്കെ വീണ് കുറേയേറെ തൈകളൊക്കെ തന്നെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇളക്കി നട്ടാൽ പിന്നെയും വലിയ ചെടിയായി കിട്ടുന്നതാണ്. ഇതും കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള ഒരു ചീര ചെടിയാണ്. അപ്പോൾ അതിൽ നിന്നും ശിഖരങ്ങളൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഈ പച്ചക്കളറിലെ ചീര നമുക്ക് പിന്നെയും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും ചീരകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. അത്യാവശ്യം 2 നേരം കഴിക്കാൻ കണക്കാക്കിയിട്ടുള്ള ചീരയുണ്ട് നമ്മൾ തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് മുളകുകളാണ്. അപ്പം എല്ലാം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം വിളവെടുത്തിട്ടുള്ള ചെടിയാണ്. ഇതൊക്കെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്, വെള്ളമൊന്നും കിട്ടാഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിൽക്കുന്ന ബാക്കി മുളകുകളൊക്കെ തന്നെ നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇന്ന് വിളവെടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ചെടിയും. അപ്പോൾ
വെയിൽ കൂടിയുണ്ട് ഒക്കെ തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി നിന്ന മുളകുകളെല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുളകുകളും തന്നെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വിളവെടുക്കുകയാണ്. ഈ ചുവന്ന മുളക് ചെടിയിൽ നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ല എരിവുള്ള ഒന്നുമാണ്. അപ്പോൾ നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചുവന്ന മുളകുകളൊക്കെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളതാണ് പച്ചമുളക് കൃഷി എന്ന് പറയുന്നത്. ഇനി ഒരു പടവലങ്ങ കാഴ്ച നിൽപ്പുണ്ട്. അപ്പോൾ അതിനെയാണ് വിളവെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബേബി പടവലമാണ്. അപ്പോൾ അത്യാവശ്യം വിളഞ്ഞിട്ടുണ്ട്. അതിനെ വിളവെടുക്കുകയാണ്. എന്ന് പറയുന്നത് കുറച്ച് പുതിനയുടെ വിളവെടുപ്പാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പുതിന എന്ന് പറയുന്നത്. ഈ ചൂട് സമയത്ത് നമ്മൾ നാരങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പുതിന കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും പുതിന ഇലകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയാണ് വിളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മല്ലിയിലെല്ലാം തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ മല്ലിയെല്ലാം തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച കളറുള്ള മല്ലിയാണ്. അതിൻ്റെ പൂക്കളൊക്കെ ഇതുപോലെ വെള്ള കളറിലുള്ളതാണ്. അപ്പോൾ കുറച്ച് മല്ലിയിലയൊക്കെ തന്നെ വിളവെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മല്ലിയിലകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ടെറസ് ഗാർഡനിൽ നിന്ന് വിളവെടുത്തിട്ടുള്ളത്. ചീര, തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് വഴുതനങ്ങ, മല്ലിയില, പിന്നെ പുതിന, ഒരു ചെറിയ പടവലം. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്